കത്തോലിക്ക കോൺഗ്രസ് താമരശ്ശേരി അതിരൂപതയാണ് ഇപ്പോൾ ഈ ഒരു അവകാശ പ്രഖ്യാപന റാലിയുമായി ഇപ്പോൾ വരുന്നത്. കോഴിക്കോടിൽ ഇതൊരു ചരിത്ര സംഭവമായി തന്നെ മാറുകയാണ്. 10,000-കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു ഗ്രൗണ്ടിൽ രൂപതയിലെത്തിയിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് സർക്കാരിനും അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാക്കൾക്ക് നൽകുന്ന മുന്നറിയിപ്പ്? പല പ്രാവശ്യം ആവർത്തിച്ചാവശ്യപ്പെട്ടിട്ടും അതിനൊരു പരിഹാരമുണ്ടാക്കാത്ത ഒരു സമുദായത്തിന്റെ ദീനരോധനം കൂടി ഇതിന്റെ പിന്നിലുണ്ട്. എത്രയോ പ്രാവശ്യം സർക്കാരുകളുടെ കണ്ണു തുറക്കാൻ വേണ്ടി നമ്മുടെ ന്യായമായ അവകാശങ്ങൾ നമുക്ക് നടപ്പിലാക്കി തരണമെന്നും അനീതി അവസാനിപ്പിക്കണമെന്നും ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾക്കെതിരെ ഞങ്ങൾക്ക് ലഭിക്കേണ്ട അർഹമായ അംഗീകാരത്തിനെതിരെ സുപ്രീം കോടതിയിൽ കേസിന് പോകരുത് എന്നൊക്കെ ആവശ്യപ്പെട്ടിട്ട് അതിനെയൊക്കെ പുല്ലുവിലയോടെ തള്ളിക്കളഞ്ഞ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളെ അവരുടെ കാട് തുറക്കാൻ അവരുടെ കണ്ണു തുറക്കാൻ വേണ്ടിയുള്ള ഈ മഹാസംഗമത്തില് 10,000 അണിചേർന്നിരിക്കുകയാണ്. ഇത് കോഴിക്കോടും മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ക്രൈസ്തവ സമുദായത്തിലെ 10,000 ഈ റാലി അണിചേരുന്നത്. അവരുടെ കിടപ്പാടവും ഉപജീവനവും ജീവനും സ്വത്തിനും നഷ്ടം വരുത്തുന്ന നിരവധി പ്രശ്നങ്ങൾ, പട്ടയഭൂമി പിടിച്ചെടുക്കുക, കപട പരിസ്ഥിതി നിയമം കൊണ്ട് അവരെ പരാജയപ്പെടുത്താൻ നോക്കുക, വന്യമൃഗങ്ങൾ അവരുടെ ജീവനും ഉപജീവിതവും നശിപ്പിക്കുക, ഇതിനെല്ലാം എതിരെയുള്ള വലിയ പ്രതികരണമാണ് ഈ ജനങ്ങൾ ഇന്നിവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് സർക്കാരുകളോടുള്ള, പ്രത്യേകിച്ചും ഈ സമുദായത്തെ അവഗണിക്കുന്നവരോടുള്ള ഒരു വലിയ ആഹ്വാനവും തിരിച്ചറിവും ഉറക്കപ്പറച്ചിലുമാണ് ഈ ജാഥയിലൂടെ ഞങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത്, ഈ സമ്മേളനത്തിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുന്നത്. അതോടൊപ്പം തന്നെ ലഹരി ഇന്ന് കേരളത്തിലെ പിടിമുറുക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരിക്കെതിരെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിൽ ഒരു എതിർപ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം കാണാൻ സാധിച്ചില്ല. കത്തോലിക്ക കോൺഗ്രസ് ഇതിനെങ്ങനെ കാണും? കേരളത്തിന്റെ യുവത്വത്തെയും വരും തലമുറയെയും കാർന്നു നിൽക്കുന്ന ലഹരി, രാസലഹരി അടക്കം ഈ നാട്ടിന്റെ ക്രമസമാധാന പ്രശ്നവും സ്വൈര ജീവിതവും കുടുംബജീവിതവും താറുമാറാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ ഇനിയും ഉറക്കം നടിക്കുന്ന ഭരണ സംവിധാനങ്ങളോടുള്ള ഉറക്കപ്പറച്ചിലാണിത്. യാതൊരു സംശയവുമില്ല. നമുക്കറിയാവുന്നതുപോലെ കേരളത്തില് 25,000 കോടി രൂപയുടെ ലഹരി വിൽപ്പന നടത്തിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ. സർക്കാരിന്റെ ഔദ്യോഗിക കണക്കനുസരിച്ച് തന്നെ ഈ വിതരണ ശൃംഖലയെ തകർക്കാൻ സർക്കാർ മനസ്സ് വെച്ചു കഴിഞ്ഞാൽ ഏതാനും മണിക്കൂറുകൾ കൊണ്ട് സാധിക്കുന്ന കാര്യമാണ്. എന്തേ അത്തരത്തിലുള്ള ഇച്ഛാശക്തിയും അത്തരത്തിലുള്ള നീക്കങ്ങളും പോലീസിനെയും എക്സൈസ് വകുപ്പിനെയും സ്വതന്ത്രമാക്കുന്ന രീതിയിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ പോകുന്നത് എന്നുള്ളത് നമ്മുടെ മുഴുവൻ ആശങ്കപ്പെടുത്തുന്നതാണ്. ഈ ക്രൈസ്തവ സമുദായം ലഹരിയെക്കുറിച്ച് പറയുന്നത് ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയല്ല, ഈ കേരള സമൂഹത്തിന് വേണ്ടിയാണെന്ന തിരിച്ചറിവുണ്ടാവണം. ഈ ക്രൈസ്തവ സമുദായം പറയുന്ന പല കാര്യങ്ങളും ഈ ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയല്ല, ഈ നാടിന് വേണ്ടിയാണെന്ന തിരിച്ചറിവ് ഭരണാധികാരികൾ ഉണ്ടാവണം. ഈ വന്യജീവി ആക്രമണവും JB കമ്മീഷൻ റിപ്പോർട്ട് നേരത്തെ പറഞ്ഞു. പക്ഷെ വന്യജീവി ആക്രമണത്തിൽ സർക്കാർ ക്രൈസ്തവരുടെ പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരെല്ലാം ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഒരുപാട് തവണ ആവർത്തിച്ച് ആവശ്യപ്പെട്ടും ആ ഒരു കാര്യത്തിൽ സർക്കാർ ഒരു മൈൻഡ് പോലും ചെയ്യുന്നില്ല രീതിയിലാണ് നമ്മൾ കാണുന്നത്. വീണ്ടും വന്യജീവി ആക്രമണം സംഭവിക്കുന്നു, കർഷകർക്ക് നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ഇതില് ഇനിയൊരു മുന്നറിയിപ്പ് ഉണ്ടാവുമോ? കേരളത്തിലെ 450ഓളം പഞ്ചായത്തുകള് നമുക്കറിയാം വനവുമായിട്ട് അതിർത്തി പങ്കിടുന്നതാണ്. അവിടെ താമസിക്കുന്ന 50 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങള്, കോടിക്കണക്കിന് വരുന്ന ജനങ്ങള് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാനുള്ള ബാധ്യതയിൽ നിന്ന് സർക്കാർ ഒളിച്ചോടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സമൂഹം അടങ്ങിയിരിക്കില്ല. കാരണം അവരുടെ കൃഷിഭൂമിയിൽ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കൃഷിയെ സംരക്ഷിക്കാൻ അവർക്ക് അവകാശങ്ങൾ നൽകണം. അത്തരത്തിൽ അവരെ ഇക്വിപ്ഡാക്കണം. അതല്ലാതെ വന്യമൃഗ സ്നേഹം കൊണ്ട് നടന്ന് അത്തരം കപട വന്യമൃഗ സ്നേഹത്തിലൂടെ മനുഷ്യജീവനെ കുരുതി കൊടുക്കുന്ന എല്ലാ സംവിധാനങ്ങളോടും വകുപ്പുകളോടും നമ്മൾ ശക്തമായി പ്രതിഷേധിക്കുകയാണ്. അതിനെതിരെ ഞങ്ങൾ അണിനിരക്കുകയാണ്. ഇതിന്റെ തീരുമാനമുണ്ടാക്കിയിട്ട് ഞങ്ങൾ ഈ തെരുവിൽ നിന്ന് കയറുകയുള്ളൂ. കത്തോലിക്ക കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുണ്ടോ? കേരള രാഷ്ട്രീയത്തിൽ കത്തോലിക്ക കോൺഗ്രസ് 107 വർഷം പഴക്കമുള്ള സമുദായ സംഘടനയാണ്. ഈ സമുദായ സംഘടന സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും പൊതുസമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടിയാണ് ഇന്നുവരെ പ്രവർത്തിച്ചു വന്നത്. പക്ഷേ രാഷ്ട്രീയ സംവിധാനങ്ങൾ ഇതിനെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ സംഘടന ഒരു രാഷ്ട്രീയ പാർട്ടിയാകിയല്ല, ഈ സംഘടനയുടെ നേതൃത്വത്തിൽ അത്തരം രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാകുന്നതിനെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കേണ്ടി വരും. ഈ സംഘടന രാഷ്ട്രീയ പാർട്ടി ആയി മാറുക എന്നുള്ളത് ഞങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. കാരണം ഇതൊരു സമുദായ സംഘടനയാണ്. 107 വർഷം പഴക്കമുള്ള ഈ സമൂഹത്തിന്റെ ഉച്ചനീചത്വങ്ങൾക്കും ഈ
ഈ സമൂഹത്തിലെ സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടി ഉച്ചനേതൃത്വങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടി നിലകൊള്ളുന്ന സംഘടന. ആ സംഘടനയില് മലയാളി മെമ്മോറിയലിന്റെയും നിവർത്തന പ്രസ്താവനത്തിന്റെയും 18 വയസ്സ് വോട്ടവകാശത്തിന്റെ സമരങ്ങളുടെ ചരിത്രം നമുക്ക് കാണാം. രാഷ്ട്രീയമായ കാഴ്ചപ്പാടുണ്ട് കത്തോലിക്ക കോൺഗ്രസിന്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ സംവിധാനം ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിന്റെ ഉള്ളിൽ തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രീയ സംവിധാനം രൂപപ്പെടുത്തിക്കൊണ്ട് കത്തോലിക്ക കോൺഗ്രസ് പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാനും ഞങ്ങൾ പഠിക്കില്ല.